ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇതെന്താ പിടിച്ചിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പെരും മഴ പറഞ്ഞാലും പോലെ പെരും മഴയാണ്. അപ്പോൾ പുറത്ത് സൗണ്ട് കാരണം കൊണ്ട് ഞാൻ സൗണ്ട് പറയണതും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കേൾക്കൂല. അതുകൊണ്ട് മാത്രമാണ് ഇത് പിടിച്ചിക്കണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ അറിയോ? വീഡിയോ ഞാനൊന്ന് മണ്ണാർക്കാട് വരെ പോവുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 17-ാം തീയതി, 26-ാം തീയതി അജുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തെങ്കിലും വേറെ ആവശ്യം കൂടി ഉണ്ട്, 2-3 ആവശ്യമുണ്ട്. അപ്പോൾ അജുന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം എന്നുണ്ട്. പക്ഷെ എന്താ വാങ്ങാന്ന് ഇതുവരെ എനിക്ക് ക്ലിയർ 2-3 ഓപ്ഷനിൽ നിൽക്കുകയാണ്. പക്ഷെ എൻ്റെ അടുത്ത് അത്ര വലിയ ബഡ്ജറ്റ് ഒന്നുമില്ല, കുഞ്ഞു പൈസയേ ഉള്ളൂ. അപ്പം ഞാൻ അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും വാങ്ങാന്നുള്ള രീതിക്കാണ് നിൽക്കുക. ഇതന്നെ കുറേ മുന്നേ ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കൽ തുടങ്ങി. പക്ഷെ നിങ്ങൾ ഇതും 10,000-10,000 ഒക്കെയാണെന്ന്. അത്രയൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. ഇതിൽ ആകെ ഒരു 1000 രൂപയും പിന്നെ കുറച്ച് ചില്ലറയും ഉണ്ട്, അത്ര തന്നെ ഉള്ളൂ. അപ്പം അതിനെന്തേലും എനിക്ക് ഒപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം എൻ്റെ കയ്യിൽ അത്രേ ഉള്ളൂ. ഞാൻ ഒപ്പിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് അത്രേ ഉള്ളൂ. കാരണം ഞാൻ ഓരോന്നും ഇങ്ങനെ എടുത്ത് വെച്ച് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസയാണ്. അപ്പം ഞാൻ എന്തെങ്കിലും വാങ്ങണം എന്ന് ഞാൻ ആദ്യം മുതലേ കരുതിയിരുന്നു. കാരണം എനിക്ക് ഒരാളെ ബർത്ത്ഡേ ആഘോഷിക്കുക, അതുപോലെ ഒരാൾക്ക് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതുപോലെ ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ എനിക്ക് നല്ല ആഗ്രഹമാണ്. പിന്നെ അപ്പം ഞാനിങ്ങനെ പോകണമെന്ന് കരുതി. അപ്പം നിങ്ങൾ കരുതും 17-ാം തീയതിയാണ് ഇന്ന്, 26-ാം തീയതിക്ക് എന്തിനാണ് ഇന്ന് തന്നെ പോകണമെന്ന്. കാരണം ഞാൻ 26-ാം തീയതിൻ്റെ തലേ ദിവസമോ അതിൻ്റെ 2 ദിവസം മുന്നേ പോയാൽ എനിക്ക് എന്തായാലും മനസ്സിലാകും ഞാൻ എന്തോ തരുന്നു. ഞാൻ കാരണം എന്ത് പരിപാടിക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ അടുത്തുള്ള ബഡ്ജറ്റ് ഞാൻ എന്തെങ്കിലും കൊടുക്കലുണ്ട്. അപ്പോൾ അങ്ങനെ കരുതും. അപ്പം അങ്ങനെ കരുതാൻ പറ്റില്ലല്ലോ. അപ്പം അന്ന് ഞാൻ വല്ലാതെ പുറത്തിറങ്ങാതെ ഞാൻ ഇപ്പം തന്നെ വാങ്ങി വെക്കാമെന്നാണ് കരുതുന്നത്. അപ്പം എനിക്ക് വേറൊരു ആവശ്യമുണ്ട്, അതിന് പോവാന്നാണ് പറഞ്ഞേക്കണത്. ആ ശരി, അപ്പം സ്കൂട്ടിയിൽ ഞാൻ അങ്ങനെ പോയി വരും. പക്ഷെ ഞാൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒന്നും വലിയ മഴയില്ല, രാവിലെ മുതലേ മഴയൊന്നുമില്ല. ഞാൻ വേഗം പണികളൊക്കെ ഒന്ന് ഒരുക്കി ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറ്റി എൻ്റെ കണ്ണെഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടപ്പോൾ പെരും മഴ. പെരും മഴ എന്ന് പറഞ്ഞാലും പോരാ. അപ്പം ഞാൻ എങ്ങനെ ഇനി പോവുക? അപ്പം ഇനിയിപ്പോൾ എങ്ങനെ പോവുക എന്നൊരു കൺഫ്യൂഷനിലാണ്. സ്കൂട്ടിമ്മേ തന്നെ പോകും, മഴയത്ത് പോവും. പക്ഷെ നമ്മൾ നല്ല കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോൾ എങ്ങനെ പോവാന്നാണ് ഞാൻ നോക്കണത്. അപ്പം ഇനി ചോറൊക്കെ കഴിച്ചിട്ട് പോവാനാണ് കരുതി. ഇപ്പം തന്നെ 12 മണി ടൈം ആയിട്ടുണ്ട്. അപ്പം ഇനി എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ആയിരിക്കും റിയാക്ഷനും ഒക്കെ ഞാൻ ഇടുക. അപ്പം ഇതിപ്പം നിങ്ങൾ കാണൂല, ഈ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ള ടൈമിലുള്ളൂ കാണുക. അപ്പം എന്തായാലും നമുക്ക് പോവാം. മഴയൊന്ന് തോർന്നിട്ട് ഞാൻ പോകാം. നല്ല മഴയാണ്. നിങ്ങളവിടെ ഇതേപോലെ ആയിക്കാരം മഴയും കാര്യങ്ങളൊക്കെ. അപ്പം എന്തായാലും നമുക്ക് വീഡിയോക്ക് പോയാലോ? അങ്ങനെ പോവാനൊക്കെ റെഡിയായി. പക്ഷെ മഴയാണ്. ചോറ് കഴിക്കട്ടെ. ഇതെനിക്ക് ഒരു കൊറിയർ അയക്കാനുള്ളതാണ്, റിട്ടേൺ ചെയ്യാനുള്ളതാണ്. ഇത് കൊടുക്കണം. പിന്നെ കുറച്ച് പരിപാടികളുണ്ട്. ഇനി ചോറ് കഴിച്ചിട്ട് എന്നാൽ പോവാം. അപ്പം ഞാൻ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു തരാം. എന്ത് സാധനമായിരിക്കാം? വേണ്ടോ? നല്ല ബീഫ് റോസ്റ്റ് ചോറിൻ്റെ അപ്പം. ചോറൊക്കെ തിന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒന്നിനും വയ്യ, വെള്ള കറഞ്ഞു. ഞാൻ ഉറങ്ങിയാൽ മതി എന്നായി. പക്ഷെ നമ്മൾ തളരൂല, പോണം. മഴ ഒന്ന് തോർന്നതും ഇറങ്ങും. ഗൈസ്, മഴ ചെറുതായിട്ടൊക്കെ തോർന്നിട്ടുണ്ട്. ഞാൻ കോട്ട് ഇടണം, അവൻ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ എൻ്റെ കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞാൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ ഒരു വെള്ളി മോതിരം വാങ്ങാമെന്നാണ് കരുതണത്. അപ്പോൾ ഇതാണ്ടോ, മുനവറ അതിൻ്റെ വെള്ളിൻ്റെ ഇതിലേക്കാണ് വന്നിക്കണത്. അപ്പം ഞാൻ ഉള്ളിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നനഞ്ഞ് പുണ്ടിയായിട്ടുണ്ട്. ഉദ്ദേശിച്ച സാധനം കിട്ടിയിട്ടില്ല. അപ്പോൾ മോതിരം വാങ്ങാൻ കരുതി. പക്ഷെ മോതിരം എനിക്ക് തോന്നുന്നില്ല ശരിയാവുമെന്ന് വാങ്ങിയ. കാരണം സൈസ് ചിലപ്പോൾ കറക്റ്റല്ല, ഞാൻ ഉദ്ദേശിച്ച മോഡലാവില്ല. അപ്പോൾ എന്തായാലും ഡ്രസ്സ് എടുക്കാതിരിക്കില്ല. പെരും മഴയാണ്, കുറേ കൊണ്ടു. കോട്ടുള്ളതുകൊണ്ട് എനിക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഡ്രസ്സ് എടുക്കാതിരിക്കും. ഗ്രീനുണ്ടോ? നമുക്ക് സർപ്രൈസ് ചെയ്യാം.
ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ കൊണ്ടിച്ചാ പറഞ്ഞതാ. അതൊക്കെ എന്തിനാ അറിയണോ? നിങ്ങൾക്ക് മുണിങ്ങിയാ പോരെ. തിന്ന മുണിങ്ങിക്കോ. ഏയ് ഇത്ര എൻ്റെ അടുത്ത് പ്രതീക്ഷിച്ചാ മതി കേട്ടോ. ഡയറ്റാണ്, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഞാൻ ഒന്നുമില്ല. ആ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടമായി. അത് ക്രീമുള്ളതാ, എനിക്ക് വേണ്ട. ഇഷ്ടായോ? ഇഷ്ടായോ? മടിയായിട്ട് കിടക്കട. കേക്ക് മുണുങ്ങിയിട്ട് കിടക്കുക. കണ്ണടച്ചിറക്ക്. ഫുള്ള് പുതപ്പ് ഫുള്ളിട്. ഇതിൽ കാണിട്, തുറക്കാൻ തന്നെ പറ്റൂല കേട്ടോ. അജ കണ്ണ് തുറന്നാ പൊരുത്തല്ല കേട്ടോ. നീ കണ്ണുറക്ക്. ഉറങ്ങിയാ? തുറക്ക് തുറക്ക്. ലാർജാണ്. മാറ്റാനെ കൈ ബില്ലയിലുണ്ട്. ഐ അല്ല, ഇങ്ങനെ തന്നെ വേണ്ട. ഇത്ര വേണം. പക്ഷെ ആ മഞ്ഞനെങ്കാട്ടി എനിക്ക് ഇതാ ഇഷ്ടമായി. ഇത് പാൻറ്റൊക്കെ ഇട്ടാൽ റെഡിയാവും. ഈ ആ ബ്ലൂവിൻ്റെ ഒപ്പം ഞാൻ വെച്ച് നോക്കി. അപ്പം കറക്റ്റാ. നല്ല ഇഷ്ടമായി. ഇനി ഞങ്ങൾ വിരുന്നൊക്കെ വരുമ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വരും. സാലിം വന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വിരുന്നൊക്കെ പോകും ഞങ്ങൾ. ടൂറ് പൊളഞ്ഞ്. ഇതും കറക്റ്റാണ്. ഞാൻ രണ്ടും വെച്ച് നോക്കിയിട്ട് എടുത്തു. ഏയ് പൊലിവ് കണ്ടോ? പൊലിവ്. രണ്ടും നമുക്ക് ഇഷ്ടമുള്ള കളറല്ലേ? എടുത്ത് നിൽക്കണ കളർ. ഇവിടേക്ക് ഇങ്ങടക്കി, കുറച്ചും കിടക്കി. ചിരിച്ച്